ന്യൂ ഏജ് സോഫ്റ്റ്വെയർ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന എസ്പെഷ്യലി സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നോളജ് ഓഫ് ഗിറ്റ് അല്ലെങ്കിൽ ഗിറ്റ് എന്ന സോഫ്റ്റ്വെയറിനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഡിവോപ്സ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ടീം ഇൻ എ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫേം അവരും പ്രധാനമായിട്ടും എന്താണ് ഗിറ്റ്, എന്താണ് ഗിറ്റ് ഹബ് എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ ഗിറ്റ് ആൻഡ് ഗിറ്റ് ഹബ് എന്ന് പറയുന്നത്? ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഗിറ്റിൻ്റെ അപ്ഗ്രേഡഡ് വേർഷനാണോ ഗിറ്റ് ഹബ്, അല്ലെങ്കിൽ ഗിറ്റിന് പകരം യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണോ ഗിറ്റ് ഹബ് എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുറത്തും കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്കതിനെ പറ്റിയെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കാം. ദിസ് ഈസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. അപ്പോൾ ഗിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും എല്ലാവർക്കും അറിയാം, എസ്പെഷ്യലി സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ഇതൊരു വേർഷൻ കൺട്രോൾ സോഫ്റ്റ്വെയർ ആണെന്നുള്ളത്. എന്താണ് ഈ വേർഷൻ കൺട്രോൾ? വേർഷൻ കൺട്രോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ കോഡിങ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു കൺട്രോൾ മെക്കാനിസം വയ്ക്കുകയാണ്. അതായത് പെട്ടെന്ന് നമ്മളൊരു 300 ലൈൻസ് ഓഫ് കോഡ് എൻ്റർ ചെയ്തു. അതിനകത്ത് നമ്മൾ കുറച്ച് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കംപ്ലീറ്റ് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ അത്രയും ചേഞ്ചസ് വരുന്നതിന് പകരം പ്രീവിയസ് വേർഷനിലേക്ക് റോൾ ബാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതാണ് ഈ വേർഷൻ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെൽറ്റ ചേഞ്ചസ്, അതായത് പിന്നെ ചെയ്ത ചേഞ്ചസിൽ നിന്ന് നമുക്ക് പ്രീവിയസ് വേർഷനിലേക്ക് മാറിയിട്ട് അവിടുന്ന് പിന്നെയും വർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് വേർഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ഗിറ്റ് എന്ന ഒരുപാട് ടൂൾസ് ഉണ്ടെങ്കിലും ഗിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പർപ്പസിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്താണ് ഗിറ്റ്? 2005 റിലീസ് ചെയ്ത ഒരു വേർഷൻ കൺട്രോൾ സോഫ്റ്റ്വെയർ ടൂളാണ് ഗിറ്റ് എന്ന് പറയുന്നത്. കൂടുതലും യൂസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ സോഫ്റ്റ്വെയർ കോഡിങ്ങിൻ്റെ വേർഷൻ കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ ഗിറ്റിൻ്റെ എന്തുകൊണ്ടാണ് ഇത്രയും പോപ്പുലർ ആയെന്ന് ചോദിച്ചാൽ ഗിറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന്, ഇത് ഫ്രീ തന്നെയാണ്. രണ്ടാമത് നമ്മളെ ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാം, നമ്മുടെ മെഷീനിൽ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്യേണ്ട ആ സമയത്ത് മാത്രം നമുക്ക് ഇൻ്റർനെറ്റ് മതി, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ കോഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, നമുക്ക് ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഐഡിയാസ് ഉള്ള നമ്മൾക്കൊരു ബ്രാഞ്ച് സെപ്പറേറ്റ് ചെയ്യാം. നമുക്കൊരു ചൈൽഡ് ബ്രാഞ്ച്, അതായത് നമ്മളെ ഹൈറാർക്കി പോലെ നമുക്ക് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഏത് ബ്രാഞ്ചിലാണ് നമുക്ക് മോസ്റ്റ് എഫക്റ്റീവായുള്ള ഒരു ബ്രാഞ്ച് ഇവിടെ, ഒരു ബ്രാഞ്ച് ഇവിടെ, ഇതിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് നമുക്കൊരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് മെർജ് ചെയ്യാം, എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ മെർജ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വേർഷൻ കൺട്രോൾ ടൂൾ തന്നെയാണ് ഗിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം, വളരെ ഫങ്ഷനിങ് ആയുള്ള ഒരു വേർഷൻ കൺട്രോൾ ഉള്ളപ്പോൾ എന്തിനാണ് ഗിറ്റ് ഹബ്? ഗിറ്റ് ഹബ് നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതൊരു ക്ലൗഡ് ബേസ്ഡ് സർവീസാണ്. ക്ലൗഡ് ബേസ്ഡ് സർവീസ് ആകുമ്പോൾ എന്തിനാണ് ഈ ക്ലൗഡ് ബേസ്ഡ് സർവീസ്? ഞാൻ പറഞ്ഞു നേരത്തെ, ഈ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന നമ്മൾ ലോക്കൽ മെഷീനിലാണ്. നമ്മളൊരു ആ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർക്ക് പല ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യാനും വേർഷൻ കൺട്രോൾ സെറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു വലിയൊരു സോഫ്റ്റ്വെയർ എൻവയറമെൻറ്റ് നോക്കുമ്പോൾ അവിടെ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ടാകും. അവർക്ക് ഈ കോഡ് ഷെയർ ചെയ്യേണ്ടി വരും. നമ്മളൊരു വലിയ എൻ്റർപ്രൈസിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ കോഡൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുക. അപ്പോൾ ഒരു യൂസറിൻ്റെ ചേഞ്ചസ് മറ്റുള്ള ഡെവലപ്പർക്ക് മോണിറ്റർ ചെയ്യാനും അപ്രൂവ് ചെയ്യാനും ഒക്കെയുള്ളൊരു ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ് ഗിറ്റ് ഹബ് എന്ന് പറയുന്നത്. അപ്പോൾ ഗിറ്റും ഗിറ്റ് ഹബും കൂടി ഒരുമിച്ചാണ് എപ്പോഴും കണ്ടുവരുന്നത്. എന്തായാലും നമ്മളെ ലോക്കൽ കോഡിനെ നമുക്ക് ക്ലൗഡിലേക്ക് വെച്ചുകൊണ്ട് അതിനെ ഷെയർ ചെയ്ത് മറ്റുള്ള പ്രോഗ്രാമറിൽ എത്തിക്കുക. അവരുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് മാസ്റ്റർ കോഡിലേക്ക് മാറ്റിയിട്ട് ഇൻ കേസ് നമ്മൾ ഈ ഡെസ്ക്ടോപ്പുള്ള മെഷീനിലേക്ക് ഇത് മാറ്റണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ യൂസർ തന്നെ ഇതിനെ മെർജ് ചെയ്യണം ടു ദ ലോക്കൽ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു എൻ്റർപ്രൈസായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് ഹബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലായെങ്കിലും നമുക്ക് വളരെ പ്രിസൈസായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കുമ്പോൾ ഗിറ്റ് എന്ന് പറയുന്നത് 2005 കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഇറങ്ങിയ ഒരു സോഫ്റ്റ്വെയർ ടൂളാണ്. ഗിറ്റ് ഹബ് റിലീസ് ചെയ്ത് 2008 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്. ആദ്യത്തേത് ഒരു സോഫ്റ്റ്വെയർ ടൂളാണ് വിച്ച് റൺസ് ഓൺ യുവർ സിസ്റ്റം. രണ്ടാമത്തേത് ഒരു സർവീസാണ്, ഒരു ക്ലൗഡ് ബേസ്ഡ് സർവീസാണ്.
മൂന്നാമത്തത് ഗിറ്റിൽ നമുക്ക് വളരെ വലിയ കോൺഫിഗറേറ്റർ ഒന്നുമില്ല, വളരെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിലൂടെ നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത്. മറ്റേ നമുക്കൊരു വലിയൊരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് തന്നെ അവൈലബിൾ ആണ്. ഗിറ്റ് ഹബിൽ നമുക്കൊരു മാസ്റ്റർ കൺട്രോളും അവിടെ കോൺഫിഗർ ചെയ്യാനുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. മറ്റുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞ പോലെ ഗിറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ യുവർ ലോക്കൽ സിസ്റ്റം. ഗിറ്റ് ഹബ് ഈസ് അവൈലബിൾ ഇൻ ദ ക്ലൗഡ് ഫോർ ഷെയറിംഗ് ദ പ്രോഡക്റ്റ്, ഷെയറിംഗ് ദ സോഫ്റ്റ്വെയർ വേർഷൻ. Git is basically for maintaining the code versioning. The other one, GitHub, is to maintain the source code meant അവൈലബിൾ ടു ദ അതർ യൂസർ. അപ്പോൾ ഇത് ഹോസ്റ്റിംഗ് സർവീസാണ് നമ്മൾ കൂടുതലും. അപ്പോൾ ഇങ്ങനെയുള്ള മേജർ ഡിഫറൻസസ് ആണ് ഈ രണ്ട് പ്രൊഡക്ട്സ് തമ്മിലുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടും വർക്ക് ഈച്ച് അതർ, ഒന്നും ഒന്നിൻ്റെ റീപ്ലേസ്മെൻ്റ് അല്ല. ഗിറ്റ് നമ്മൾ ലോക്കൽ സിസ്റ്റത്തിലൂടെ നമ്മൾ വേർഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ളൊരു ക്ലൗഡ് പ്ലാറ്റ്ഫോമായിട്ട് ഗിറ്റ് ഹബിനെ കാണാം. എപ്പോഴും ഒരു എക്സാമ്പിൾ പറയാറുള്ളത്, ഗിറ്റ് നമ്മുടെ ഫേസ് ആണെങ്കിൽ ഗിറ്റ് ഹബ് ഈസ് എ ഫേസ്ബുക്ക്. അതായത് നമ്മളുടെ ഫേസിൻ്റെ ഒരു വേർഷനാണ് നമ്മൾ ഫേസ്ബുക്കിലും ഉണ്ടാവാറുള്ളത്, അത് ക്ലൗഡ് വേർഷനിൽ. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വളരെ ഡിസ്റ്റിങ്ക്റ്റീവായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റ് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച് ആൻഡ് സ്റ്റേ സേഫ്.